പെരുമ്പാവൂർ പുല്ലുവഴിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ഒരാൾ മരിച്ചു. മലയാറ്റൂർ സ്വദേശി വി.കെ. സദനാണ് മരിച്ചത്. മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് എയർപോർട്ടിലേക്ക് ആളുമായി പോയ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷയിലും കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ചേതൻ ചേരുകയാണ്. ചേതൻ, രാവിലെ തന്നെ അതിദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ഒരാൾ മരിച്ചു എന്ന ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അതെ, അതിന് പെരുമ്പാവൂർ പുല്ലുവഴിയിൽ 2 കാറുകളും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. മലയാറ്റൂർ സ്വദേശി സദനാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന 5 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം 6 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് എയർപോർട്ടിലേക്ക് യാത്രക്കാരുമായി പോയ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് വന്ന എതിർദിശയിലുള്ള ഓട്ടോറിക്ഷയിലും മറ്റൊരു കാറിലുമായി ഇടിക്കുകയായിരുന്നു. ഈ അങ്കമാലി ഭാഗത്തു നിന്ന് രോഗിയുമായി കോട്ടയത്തേക്ക് പോയതാണ് ഈ എതിർദിശയിൽ വന്ന കാർ. ഇതിലുണ്ടായിരുന്ന ആളാണ് മലയാറ്റൂർ സ്വദേശി സദനാണ് മരണമടഞ്ഞത്. അതുപോലെ തന്നെ അല്ലിപ്ര സ്വദേശികളായ സജീവ്, രാജീവ് പ്രദീപും മലയാറ്റൂർ സ്വദേശികളായ രാജീവ്, മിനി ശിവുവും എന്നിവരെയാണ് പരിക്കുകളോടെ ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ വയറ്റിനും തലയ്ക്കും ആന്തരിക രക്തസ്രാവം ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. MC റോഡിൽ പുല്ലുവഴി വില്ലേജ് ജംഗ്ഷനാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഈ സംഭവം നടത്തുന്നത്. നാട്ടുകാർ ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ച് ഇവരെ പുറത്തെടുക്കുകയായിരുന്നു. ചേതൻ, അതോടൊപ്പം തന്നെ ഈ ഒരു അപകടത്തിന്റെ കാരണം ഈ ഇന്നോവ കാർ അത്തരത്തിൽ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്നതാണോ, അതോ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കാണില്ല. ഇതിന്റെ പോലീസ് ഏതായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീപത്തുള്ള കടകളിലും മറ്റുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഇത് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമായ അപകടത്തെ പറ്റിയുള്ള സൂചനകൾ പുറത്തു വരൂ. ശരി, ചേതനാണ് വിശദാംശങ്ങൾ നൽകിയത്.